ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയ ഓർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തെക്കുറിച്ചാണ്. പുരുഷന്മാർക്ക് മാത്രം കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അത് മൂത്രസഞ്ചിയുടെ താഴെയാണ് നിലനിൽക്കുന്നത്. ഇതിൻ്റെ വളർച്ച കാരണം മൂത്രതടസ്സം, അടിക്കടി മൂത്രം പോവുക, മൂത്രം ഒഴിച്ചിട്ട് സംതൃപ്തിയില്ലായ്മ വരിക, മൂത്രസഞ്ചിയിൽ കല്ല്, മൂത്രത്തിൻ്റെ സ്പീഡ് കുറയുക, അതുകൂടാതെ വളരെ അപൂർവമായി കിഡ്നിയെ ബാധിച്ച് ഡയാലിസിസിന് വരെ കാരണമാകുന്നതാണ്. ഇതിൻ്റെ ചികിത്സ രോഗിയുടെ രോഗലക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ആൾക്കാർക്ക് സർജറി മാത്രമേ ഫലപ്രദമായി വരാറുള്ളൂ. ഉദാഹരണത്തിന് മൂത്രസഞ്ചിയിൽ കല്ല്, അമിതമായ രക്തം പോവുക എന്നിവർക്ക് സർജറി കൊണ്ട് മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. ചില ആൾക്കാർക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് മാത്രം മതിയാവും. മരുന്നുകൾ കൊണ്ട് മാത്രം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച തടയാനും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് മൂത്രത്തിൻ്റെ സ്പീഡ് കൂടുകയും രാത്രിയുള്ള മൂത്രം ഒഴിക്കുന്നതിൻ്റെ അളവ് കുറയുകയും മൂത്രസംബന്ധമായ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഗുളികകൾ രാത്രിയിൽ ഒരു നേരം മാത്രം എടുത്താൽ മതിയാവും. ഈ ഗുളികകൾ ഒരുപാട് നേരം കഴിക്കേണ്ടതും കാലക്രമേണ മാത്രം നിർത്താൻ പാടുള്ളതുമാണ്. മെഡിക്കൽ ചികിത്സ ഫലപ്രദമല്ലാത്ത ആൾക്കാർക്ക് സർജറി അഥവാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ വേണ്ടി വരുന്നതാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ പലതരത്തിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് TURP അഥവാ ട്രാൻസ്യൂറത്തർ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ആണ്. അത് മൂത്രനാളിയിൽ കൂടെ ഒരു ട്യൂബ് കടത്തി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ തടസ്സമുള്ള ഭാഗം ചീകിക്കളയുന്ന ഒരു സർജറിയാണ്. ഇത് 100% ഫലപ്രദമാണെങ്കിലും ഈ സർജറിക്ക് അതിൻ്റേതായ പാർശ്വഫലങ്ങളും ഉണ്ട്. ഇത് കാരണം അമിതമായ രക്തസ്രാവം, ബീജം പുറത്തോട്ട് വരാതെ ഉള്ളിലോട്ട് വീഴുക, ഇങ്ങനെയുള്ളതാണ് പ്രധാനമായി കാണുന്നത്. ഇത് 100% സക്സസ് റേറ്റുള്ള ഒരു ഓപ്പറേഷനാണ്. വളരെ അപൂർവം മാത്രം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ചില ആൾക്കാർക്ക് മൂത്രം പിടിച്ചു നിർത്താൻ കഴിയാതെ പോകുന്നതും മാത്രമാണ് സാധാരണയായി കണ്ടത്. ഇതും കാലക്രമേണ ശരിയാവുന്നതാണ്. BPH പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, ഇതിന് കോമൺ ആയിട്ട് ചെയ്യുന്ന സർജറികൾ. ഞാൻ ഡോക്ടർ ആനന്ദ്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, ആസ്റ്റർ മിംസ് കോട്ടക്കൽ. ആദ്യം മനസ്സിലാക്കേണ്ടത് സർജറി ചെയ്യേണ്ട ആവശ്യങ്ങൾ ആർക്കൊക്കെയാണ് വരുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉള്ള എല്ലാവർക്കും ഓപ്പറേഷൻ്റെ ആവശ്യം വരുന്നില്ല. രോഗലക്ഷണങ്ങൾ കൂടുതലുള്ളവരും മരുന്നുകൾ കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരാത്തവർക്ക് മാത്രമാണ് സർജറിയുടെ ആവശ്യം വരുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, മൂത്രത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാകുക, മൂത്രസഞ്ചിയിൽ കല്ലുകൾ ഉണ്ടാകുന്നവർക്കും സർജറിയുടെ ആവശ്യം വരുന്നു. കോമണായി നടക്കുന്ന സർജറി TURP, ട്രാൻസ് യൂറത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ മൂത്രനാളത്തിലൂടെ റിസെക്ടോസ്കോപ്പ് എന്ന ഒരു ഉപകരണം കടത്തി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റം ചെയ്യുന്ന സർജറിയാണ്. ഈ ഓപ്പറേഷൻ്റെ ഗുണങ്ങൾ, എൻഡോസ്കോപ്പി ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ കൂടുതലും പേഷ്യൻറ്റിൻ്റെ രോഗലക്ഷണങ്ങൾ മാറ്റാൻ IPSS സ്കോർ വളരെ മെച്ചപ്പെടുത്തുന്ന ഒരു സർജറിയാണ്. അവൈലബിലിറ്റി, ഈ ഓപ്പറേഷൻ മിക്ക ഹോസ്പിറ്റലിലും അവൈലബിൾ ആണ്. മറ്റുള്ള ചില ഓപ്പറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലവ് കുറവാണ്. പിന്നെ ലോങ്വിറ്റി, ഈ ഓപ്പറേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ടൈം, ദീർഘായുസ് ഉണ്ടാകും. കൂടുതലും നടക്കുന്ന വേറൊരു ഓപ്പറേഷൻ ലേസർ പ്രോസ്റ്റേറ്റ് സർജറിയാണ്. ഹോലപ്പ് അല്ലെങ്കിൽ തൂഫ്ലപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഹോൾമിയം ലേസർ അല്ലെങ്കിൽ തൂലിയം ഫൈബർ ലേസർ കൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കട്ട് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന എനർജി സോഴ്സാണ് ലേസർ. ഇതിലും മൂത്രനാളത്തിലൂടെ എൻഡോസ്കോപ്പി ചെയ്ത് ഈ ലേസർ കൊണ്ട് പ്രോസ്റ്റേറ്റ് കട്ട് ചെയ്ത് മുഴുവൻ നീക്കം ചെയ്യുന്ന സർജറിയാണ്. ഈ ലേസർ ഓപ്പറേഷൻ്റെ ഗുണങ്ങൾ, വലുതായിട്ടുള്ള പ്രോസ്റ്റേറ്റ്, ഒരു സൈസ് 140-150 ഗ്രാം വരെ ഉണ്ടെങ്കിലും ഒറ്റ പ്രാവശ്യം കൊണ്ട് ലേസറിൽ പ്രോസ്റ്റേറ്റ് മുഴുവൻ നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലേസർ ഓപ്പറേഷൻ്റെ വേറൊരു ഗുണം ബ്ലീഡിങ്, രക്തസ്രാവം കുറവാണ്. ഹാർട്ടിൻ്റെ അസുഖത്തിനോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുള്ള പലരും ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ എന്നുള്ള ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കും. ഈ രോഗികളിലും ഈ മരുന്നുകൾ നിർത്താതോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസം മാത്രം നിർത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ലേസർ സർജറി. പ്രായമായ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ള എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന്. അതിലൊന്നാണ് റിസം തെറാപ്പി. അത് ഡേ കെയർ പ്രൊസീജിയറാണ്. രാവിലെ വന്ന് വൈകിട്ടാകുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് റിസം തെറാപ്പി. നമ്മൾ നീരാവി, വാട്ടർ വേപ്പർ തെറാപ്പി എന്ന് പറയും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൽ നമ്മൾ നീരാവി ഇഞ്ചെക്ട് ചെയ്ത് ഗ്രന്ഥി വീക്കം തടയുന്നതിനാണ് വാട്ടർ വേപ്പർ തെറാപ്പി, റിസം തെറാപ്പി എന്ന് പറയുന്നത്. പുതിയൊരു ടെക്നോളജിയാണ് യൂറോ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു മിനിമൽ ഇൻവേസീവ് സർജറിയാണ് യൂറോ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അത് കുറച്ച് പ്രായമല്ലാത്ത യങ് മെയിൽസ്, ഒരു 50 വയസ്സുള്ളവർക്ക് സെക്ഷൽ ഫംഗ്ഷനിൽ അധികം എഫക്റ്റ് വരാത്ത ഒരു തെറാപ്പിയാണ് യൂറോ ലിഫ്റ്റ് തെറാപ്പി. അതായത് നമ്മൾ സൂച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് 2 പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളെ 2 സൈഡിലേക്കും വലിക്കുന്നു. അപ്പോൾ നമുക്ക് തടസ്സമില്ലാതെ യൂറിൻ പോകാൻ സഹായിക്കുന്നതാണ് യൂറോ ലിഫ്റ്റ്. പിന്നെ വേറെ തെറാപ്പിയാണ് അക്വാ അബ്ലേഷൻ. ഇത് നമ്മൾ കൂടുതൽ പഠനങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
അക്വാബിലേഷൻ റോബോട്ടിക് സഹായ വിദ്യയോടുകൂടി നമ്മൾ പ്രോസ്റ്റേറ്റിനെ ഹൈ വെലോസിറ്റി വാട്ടർ തെറാപ്പി എന്നും പറയും. അത് നമ്മൾ ഇന്ത്യയിൽ തുടങ്ങി വരുന്നേ ഉള്ളൂ. അതൊരു മിനിമൽ ഇൻവേസീവ് സർജറിയാണ്. വേറെ ഒരു പ്രൊസീജിയറാണ് ഇൻട്രാ പ്രോസ്റ്റേറ്റിക് ഇഞ്ചെക്ഷൻസ്. വേറെ വിദ്യ എന്ന് വെച്ചാൽ ഐറ്റിൻറ്റ് എന്ന് പറയും. അത് ടെമ്പററി ആയിട്ട് നമ്മൾ പ്രോസ്റ്റസിസ് ടെമ്പററി ഇംപ്ലാന്റബിൾ ടിനോൾ ഡിവൈസ് തടസ്സം മാറ്റാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് മാത്രം ഒരു പ്രോസ്റ്റസിസ് സിസ്റ്റോസ്കോപ്പ് വഴി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ അവിടെ വെക്കുന്നു. തടസ്സം മാറുന്നു, നമ്മൾ മൂത്രം സുഖമായി പോകുന്നു. അതിനുശേഷം ഒരു 5-6 ദിവസത്തിൽ നമ്മൾ സിസ്റ്റോസ്കോപ്പ് വഴി സ്റ്റെൻറ്റ് പോലത്തെ ആ ഇംപ്ലാന്റ് റിമൂവ് ചെയ്യുന്നു. പ്രായമായവർക്ക് നമ്മൾ സർജറി അനസ്തീഷ്യ കൊടുക്കാൻ പ്രയാസമുള്ളവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കുറച്ചൊരു 60 cc മേലുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്ന തെറാപ്പിയാണ് പോസ്റ്ററേറ്റ് ആർട്ടറി എംബോളൈസേഷൻ. അതൊരു ടീം വർക്കായിട്ടാണ് ചെയ്യേണ്ടത്. യൂറോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ്, ഇന്റർവെൻഷണൽ റേഡിയോസ് എല്ലാം ഒരു ടീം വർക്കായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് പുതിയതായിട്ടുള്ള മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്.